നമസ്കാരം. ഇന്ന് ഏപ്രിൽ 15 വിഷുവാണ്. യുദ്ധം ആരംഭിച്ചിട്ട് കൃത്യം 1.5 മാസം പൂർത്തിയാകുന്നു. ഫെബ്രുവരി 28-നായിരുന്നു. യുദ്ധം എങ്ങനെ അവസാനിക്കും എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ഒരിടത്തുമില്ല. യുദ്ധം ഇങ്ങനെ പോയാൽ ലോകം തന്നെ വലിയ പ്രതിസന്ധിയിലാവും. യുദ്ധം തുടങ്ങിവെച്ചവർക്ക് തലയൂരാൻ കഴിയുന്നില്ല. എല്ലാ അർത്ഥത്തിലുള്ള ഭീഷണികളും മുന്നറിയിപ്പുകളും കൊടുത്തു. അണുവായുധം വരെ പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. ഇറാനിയൻ സിവിലൈസേഷൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. കൂട്ടക്കുരുതി ചെയ്യുമെന്ന് പറഞ്ഞു. ഏതാണ്ട് 15,000-ലധികം ഇറാൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. 3,000-ലധികം ഇറാനികളെ കൂട്ടക്കൊല ചെയ്തു. അനേകം കെട്ടിടങ്ങൾ തച്ചുടച്ചു. പക്ഷേ ഇറാന് ഒന്നും സംഭവിച്ചില്ല. അവർ കൃത്യമായ ലക്ഷ്യത്തിലേക്ക്, ഇസ്രായേലിലേക്കും GCC രാജ്യങ്ങളിലേക്കും ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ടിരുന്നു. ഈ രാജ്യങ്ങളിലെ മുഴുവൻ സാമ്പത്തിക പ്രവർത്തനങ്ങളും നിലച്ചു. ബിസിനസ്സുകൾ ഇല്ലാതാവുന്ന അവസ്ഥയായി. മലയാളികൾ അടക്കമുള്ളവർ വീട്ടിലിരിക്കുന്നു. ടൂറിസ്റ്റുകൾ എത്തുന്നേയില്ല. സ്കൂളുകൾ തുറക്കുന്നില്ല. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പരിമിതപ്പെട്ടു. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. വിമാന നിരക്ക് 4-5 മടങ്ങായി കുത്തനെ ഉയർന്നു. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായും തകർന്നടിയുന്ന സാഹചര്യമുണ്ടാവും. അമേരിക്കയോടുള്ള വിശ്വാസവും ആശ്രയത്വവും പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്ക് ബദലായി ചൈനയുടെയും റഷ്യയുടെയും സഹായം തേടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ എന്തു ചെയ്യാൻ? എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ട്രംപിന്. മനസ്സില്ലാ മനസ്സോടെ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ തച്ചുടയ്ക്കും, ആ രാജ്യത്തിൻ്റെ സിവിലൈസേഷൻ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ച ട്രംപ് തൻ്റെ വൈസ് പ്രസിഡന്റിനെ പാകിസ്ഥാനിലേക്ക് അയക്കുകയാണ് ചർച്ചയ്ക്ക്. ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറുടെ നേതൃത്വത്തിൽ നേരിട്ട് ചർച്ചയ്ക്കിരിക്കേണ്ടി വന്നു. എവിടെ തലവെട്ടം കണ്ടാലും വധിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു ഭരണകൂടത്തിൻ്റെ ഭരണാധിപനോടെ ഒരു മേശയ്ക്ക് മുമ്പിലിരുന്ന് സംസാരിക്കേണ്ട സാഹചര്യമുണ്ടായി. എന്നിട്ടും ഇറാൻ വഴങ്ങിയില്ല. ചർച്ചയുടെ ആദ്യത്തെ പോയിന്റിൽ തന്നെ ചർച്ച തകിടം മറിഞ്ഞു. ഇറാൻ്റെ യുറേനിയൻ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്നതായിരുന്നു അമേരിക്കയുടെ ആദ്യ ആവശ്യം. ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്ത് കളയണം. ഒരു തരത്തിലും അണുവായുധം ഉണ്ടാക്കുകയില്ല എന്ന് ഉറപ്പ് കൊടുക്കണം. യുറേനിയൻ സമ്പുഷ്ടീകരണ പ്രക്രിയ പൂർണ്ണമായി നിർത്തിവയ്ക്കണം. പറ്റില്ല 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 എന്ന് ഇറാൻ തീർത്തു പറഞ്ഞു. ചർച്ച അതോടെ അവസാനിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വാഷിങ്ടന് തിരിച്ചുപോയി. അമേരിക്കയുടെ അടവ് ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ ടെഹ്റാനിലേക്ക് മടങ്ങി. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ വിമാനയാത്ര ട്രാക്ക് ചെയ്ത് പോകുന്ന വഴി ഇല്ലാതാക്കാനുള്ള കുബുദ്ധി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടാവുമായിരുന്നു. പക്ഷെ അതിനുള്ള ധൈര്യം അവർ കാണിച്ചില്ല. ഇറാൻ പ്രതിനിധികൾ തിരിച്ചെത്തി. പിന്നെ ട്രംപ് ഇരുട്ടിൽ തപ്പുകയാണ്. അമേരിക്കൻ ജനതയ്ക്കിടയിലും ട്രംപിൻ്റെ മതിപ്പ് പോകുന്നു. ട്രംപിൻ്റെ ഭീഷണിയും മുന്നറിയിപ്പും വെല്ലുവിളികളുമൊക്കെ വെറും വാചക കസർത്ത് മാത്രമാണെന്ന് ലോകം തിരിച്ചറിയുന്നു. ട്രംപിൻ്റെ മുമ്പിലുള്ള അവസാനത്തെ വഴി അണുവായുധ പ്രയോഗമാണ്. മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് ചെയ്യാനുള്ള ധൈര്യമില്ല. അങ്ങനെ അണുവായുധം പ്രയോഗിച്ചാൽ അത് ഇറാനെ മാത്രമല്ല പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മുഴുവൻ നശിപ്പിക്കുമെന്ന് അമേരിക്കയ്ക്കറിയാം. അതുകൊണ്ട് ആ സാഹസത്തിന് അമേരിക്ക മുതിരില്ലെന്ന് ഇറാനും അറിയാം. അങ്ങനെയാണ് ഹോർമുസ് കടലിടുക്കിൽ ബ്ലോക്കേഡ് പ്രഖ്യാപിക്കുന്നത്. ഇതിനോടകം തന്നെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇറാൻ വിചാരിക്കാതെ ഒരു കപ്പലിനും അതിലെ കടന്നു പോകാൻ കഴിയില്ല. കടലിടുക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടെ കടലിനടിയിൽ മൈനുകൾ നിറച്ച് ഇറാനെ ഗൗനിക്കാതെ പോകുന്ന കപ്പലുകൾ തകർക്കാൻ എല്ലാ സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. ഇറാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് ഇറാൻ്റെ അനുമതിയില്ലാതെ ഈ 1.5 മാസവും ഒരു കപ്പലും കടന്നുപോയില്ല. അവിടെയാണ് അമേരിക്ക പുതിയ ബ്ലോക്കേഡുമായി രംഗത്ത് വന്നത്. അമേരിക്കയുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. ഇപ്പോൾ ഇറാൻ്റെ അനുമതിയോടെ കപ്പലുകൾ കടന്നു പോകുന്നു എന്ന് വെച്ചാൽ ഇറാൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു ഹോർമുസ് കടലെടുക്ക് മുഴുവൻ. ഇന്ത്യയുടെയും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ കപ്പലുകൾ കടന്നു പോകുന്നത് വഴി ഇറാന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സുരക്ഷ ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് അമേരിക്ക ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ ബ്ലോക്കേഡ് അമേരിക്ക പ്രഖ്യാപിച്ചത് ഒരൊറ്റ കപ്പൽ പോലും ഇനി കടന്നു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാണ്. എന്ന് വെച്ചാൽ ഇറാൻ്റെ അനുമതിയോടെ പോകുന്ന ഇന്ത്യൻ കപ്പലുകൾ അടക്കമുള്ളവയ്ക്ക് നിരോധനം ഏർപ്പെടുത്താനായിരുന്നു തീരുമാനം. ഈ പ്രഖ്യാപനം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ചൈന അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തി. ഒടുവിലൊരു തിരുത്തൽ ട്രംപ് വരുത്തുന്നു. ഇറാനിൽ നിന്നോ ഇറാനിലേക്കോ ഉള്ള ഒരു കപ്പലും കടത്തിവിടില്ല, ബാക്കി കപ്പലുകൾക്ക് പോവാം എന്നായി ട്രംപിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ഇറാനിൽ നിന്നല്ലാത്ത ഒരു കപ്പലും കടത്തിവിടല്ലെന്ന് ഇറാനും വെല്ലുവിളിച്ചു. ഇതോടെ
അടിമുടി പ്രതിസന്ധിയായി. ട്രംപ് അവകാശപ്പെട്ടത് ഈ ബ്ലോക്കേഡ് നിലവിൽ വന്ന് 24 മണിക്കൂർ പിന്നിട്ടപ്പോൾ അമേരിക്കയുടെ അനുമതിയില്ലാത്ത ഒരു കപ്പലും കടന്നുപോയിട്ടില്ലെന്നാണ്. എന്നാൽ BBC റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ ഇറാൻ്റെ 3 എണ്ണ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയി എന്നാണ്. മാത്രമല്ല ഇറാൻ്റെ അനുമതിയോടെ മാത്രമാണ് ഇപ്പോഴും ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോകുന്നത്. ഇറാൻ്റെ 3 കപ്പലുകൾ അടക്കം 6 കപ്പലുകൾ ഇന്നലെ കടന്നുപോയത് ഇറാൻ്റെ അനുമതിയോടെയാണ്. അമേരിക്കയുടെ ബ്ലോക്കേഡ് ഫലപ്രദമായി നടപ്പിലായില്ല എന്നാണ് BBC കൃത്യമായ രേഖകൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ചൈനീസ് കപ്പലടക്കം പലതും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിട്ട് മടങ്ങിപ്പോയി ടേൺ അറൗണ്ട് ചെയ്തു എന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ട്രംപ് പ്രഖ്യാപിച്ചു എന്നല്ലാതെ അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ല എന്നർത്ഥം. ഇറാൻ്റെ മുമ്പിൽ ഒരു അഭ്യാസവും നടക്കാത്ത സാഹചര്യം രൂപപ്പെട്ടു. ഇവിടെയാണ് ഇന്നലെ നാടകീയമായ മറ്റൊരു പ്രഖ്യാപനം വരുന്നത്. ഇതാ ഞങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാവുന്നു, ഇറാനും തയ്യാറായിട്ടുണ്ട്, പാകിസ്ഥാനോട് ഒരുങ്ങിയിരിക്കൂ, JD വാൻസ് വീണ്ടും വരുന്നു, ഇറാൻ പ്രതിനിധികൾ വീണ്ടും വരുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. ഉടനടി ഇത് അവസാനിക്കുമെന്ന് ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നു. ഈ പ്രഖ്യാപനം കൊണ്ടുണ്ടായ ഗുണം എണ്ണവില വീണ്ടും 100-ൽ താഴെ നിർത്താൻ കഴിയുന്നു. പിടിവിട്ടുപോയ എണ്ണവിലയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഈ പ്രഖ്യാപനം കൊണ്ടുള്ളത്. എന്നാൽ ഇത് വാസ്തവമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, ഇതുവരെ മിണ്ടാതിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറോസും പറഞ്ഞു വീണ്ടും ചർച്ച നടക്കാൻ പോകുന്നെന്ന്. പലരും അത്ഭുതപ്പെട്ടു. ആദ്യത്തെ നിബന്ധനയിൽ തന്നെ തെറ്റിപ്പിരിഞ്ഞ ഇറാൻ വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് പോകുമോ? ഇറാൻ ആവട്ടെ ഇതേക്കുറിച്ച് ഒരു വാക്കും പ്രതികരിച്ചിട്ടില്ല. ട്രംപിൻ്റെ ചർച്ചാ പ്രഖ്യാപനം അംഗീകരിക്കുകയോ അങ്ങനെ ഇല്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ചർച്ച ഉണ്ടാവും എന്ന് തന്നെയാണ്. ആദ്യത്തെ ചർച്ച ആദ്യം തന്നെ തോറ്റമ്പിയപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇറാൻ വീണ്ടും മറ്റൊരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നത്? ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ്റെ നിബന്ധനകൾക്ക് പലതിനും അമേരിക്ക വഴങ്ങുന്നു എന്നാണ്. ഇപ്പോഴത്തെ അനിശ്ചിതത്വം തുടർന്നാൽ ലോകം വമ്പൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. എണ്ണക്കപ്പൽ ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുന്ന സാഹചര്യത്തിൽ ലോകം ക്ഷാമത്തിലേക്ക് നീങ്ങും. ഒരു വസ്തുക്കളും നീങ്ങാത്ത സാഹചര്യം നിലനിന്നാൽ ഏഷ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായും പട്ടിണിയിലേക്ക് മാറും. പശ്ചിമേഷ്യ പ്രതിസന്ധിയിലാകും. ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്കെതിരെ തിരിയും. യുദ്ധം തുടങ്ങിവെച്ചവർ അത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അവർ മറ്റു വഴികൾ തേടേണ്ടി വരും. എന്ന് വെച്ചാൽ ഇതുവരെ മിണ്ടാതിരുന്ന ചൈനയും റഷ്യയും തലപൊക്കും. ചൈനയും റഷ്യയും സ്വാധീനമുറപ്പിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ആകപ്പാടെ കുഴപ്പത്തിലാകും. ഇപ്പോൾ തന്നെ ചൈനയും റഷ്യയും പ്രതികരണം ആരംഭിച്ചിട്ടുണ്ട്. ചൈനയ്ക്കും റഷ്യയ്ക്കും അനുകൂലമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഒരു വികാരം രൂപപ്പെട്ടു വരുന്നത് തടയാൻ മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് ട്രംപ് കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ ഇറാനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ പരിഗണിക്കാം എന്ന നിബന്ധന വെച്ചുകൊണ്ടാണ്. യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഇല്ലാതാക്കണം എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്ക ഇപ്പോൾ മുമ്പോട്ട് വയ്ക്കുന്നത് 20 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യണമെന്നാണ്. ഇറാൻ അതിനും വഴങ്ങുന്നില്ല. പകരം ഇറാൻ മുമ്പോട്ട് വയ്ക്കുന്നത് നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ 5 വർഷം എന്ന് വേണമെങ്കിൽ സമ്മതിക്കാം, അങ്ങനെയെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് ഇറാനെ ക്ഷണിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. എന്ന് വെച്ചാൽ 5 വർഷത്തേക്ക് യുറേനിയൻ സമ്പുഷ്ടീകരണം നിർത്തിവയ്ക്കാം എന്ന ഒരു നിബന്ധന മാത്രം ഇറാൻ സമ്മതിക്കുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ നിബന്ധന ഇറാൻ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അമേരിക്ക മറ്റു വഴികൾക്കൊന്നും നിർബന്ധിക്കാത്ത സാഹചര്യത്തിലായിരിക്കും ഈ കരാർ. എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി പ്രതിനിധികൾ ഇറാനിൽ പോയി പരിശോധനയൊന്നും നടത്താൻ പോകുന്നില്ല. മാനം രക്ഷിക്കാൻ വേണ്ടി രഹസ്യമായ ഒരു ധാരണ, നിങ്ങൾ യുറേനിയൻ സമ്പുഷ്ടീകരണം തുടർന്നോളൂ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഒന്ന് പരസ്യമായി പറയണം, തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു എന്ന ധാരണ എന്നാണ്. എന്ന് വെച്ചാൽ ഈ പ്രതിസന്ധി തീരാൻ അമേരിക്ക കീഴടങ്ങാൻ തീരുമാനിച്ചതോടെ 5 വർഷത്തേക്ക് യുറേനിയൻ സമ്പുഷ്ടീകരണം നിർത്തിവെക്കും എന്നൊരു പ്രഖ്യാപനം നടത്തുന്നു. എന്നാൽ അടിസ്ഥാനപരമായി അങ്ങനെ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇറാൻ തുടരും, പക്ഷെ തുടരില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കും. ഇറാൻ അതിന് തയ്യാറായി എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇറാൻ ആദ്യം മുതൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ അണുവായുധം ഉണ്ടാക്കുന്നില്ല എന്നാണ്. അണുവായുധത്തിന് വേണ്ടിയല്ല, സിവിലിയൻ ആവശ്യത്തിന് വേണ്ടി, ഊർജ്ജാവശ്യത്തിന് വേണ്ടിയാണ് തങ്ങളുടെ ആണവ നിലയങ്ങൾ എന്നായിരുന്നു ഇറാൻ്റെ നിലപാട്. ആ നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. അത് ഒരു വലിയ അവസരമായി അമേരിക്ക എടുക്കുന്നു. അണുവായുധം ഉണ്ടാക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകി. മാത്രമല്ല 5 വർഷത്തേക്ക് സസ്പെൻഷൻ തയ്യാറാണ് യുറേനിയൻ സമ്പുഷ്ടീകരണം പോലും എന്ന് ഇറാൻ പറയുന്നതോടെ യുദ്ധം വിജയിച്ചു എന്ന് പറഞ്ഞ് ട്രംപിന് തലയൂരാം. എന്നാൽ ഇറാനിൽ മറ്റൊന്നും സംഭവിക്കില്ല. എന്തായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത് ആ അവസ്ഥ തുടരും. ഇത്തരത്തിൽ ഒരു ധാരണയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇറാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന മറ്റാവശ്യങ്ങളുണ്ട്. ഒന്ന്, ഹോർമുസ് കടലിടുക്കിൽ $2 മില്യൺ ഫീസ് ഈടാക്കും എന്ന ആവശ്യം. അതിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലായിരിക്കും എന്ന ആവശ്യം.
പശ്ചിമേഷ്യയിൽ നിന്നും അമേരിക്കൻ സേന പിന്മാറണമെന്ന ആവശ്യം, ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കരുത് എന്ന ആവശ്യം, ഇത്തരം ആവശ്യങ്ങളിലേക്കുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നറിയില്ല. അതിന് വഴങ്ങാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് പറ്റില്ല. മാത്രമല്ല ഇസ്രായേൽ സമ്മതിക്കുകയുമില്ല. ഒരുപക്ഷെ തൽക്കാലം തടിയൂരാൻ വേണ്ടി യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ മാത്രം ചർച്ച കേന്ദ്രീകരിക്കുകയും അതിനൊരു ധാരണയായി 5 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാം, അണുവായുധമുണ്ടാക്കില്ല എന്ന് വാക്കുകൊടുത്ത് ചർച്ച പിരിയുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ. എന്ന് വെച്ചാൽ ഇറാന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഇറാൻ തുടർന്നതുപോലെ തന്നെ തുടരും, യുദ്ധം തുടങ്ങിയ അമേരിക്ക തലയൂരി രക്ഷപ്പെടുമെന്ന് അർത്ഥം. എങ്കിൽ പോലും ഇറാന് പറ്റിയ സാമ്പത്തിക നഷ്ടങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യം ബാക്കിയാണ്. ആ നഷ്ടമെങ്കിലും പരിഹരിക്കാൻ ഇറാൻ ഒരുപക്ഷെ അമേരിക്കയെ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. എന്തായാലും അമേരിക്ക കീഴടങ്ങിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന ശുഭസൂചന ആദ്യമായി പുറത്തേക്ക് വരുന്നു. ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്നത് എന്തു സാഹചര്യത്തിലാണെങ്കിലും യുദ്ധം അവസാനിക്കട്ടെ എന്നതാണ്. ഈ താൽക്കാലിക അവസാനം വാസ്തവത്തിൽ മറ്റൊരു ദുരന്തത്തിന് തുടക്കമാവും. ഇറാനെ പോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആശയം പേറുന്ന ഒരു രാജ്യം കയറൂരി വിട്ട് സ്വതന്ത്രരായി വിജയിച്ചു എന്ന പ്രതീതി സൃഷ്ടിച്ചു കൊടുത്താൽ അവർ പശ്ചിമേഷ്യയെ വിഴുങ്ങുമോ എന്ന ഭയം ബാക്കിയാവും. തൽക്കാലത്തേക്ക് തടിയൂരുക എന്ന ട്രംപിൻ്റെ തന്ത്രം ശാശ്വതമായി പരിഹാരമുണ്ടാക്കുന്നില്ല. എങ്കിൽ പോലും തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടാവും. ഇതിനിടയിൽ ഇസ്രായേലും ലെബനോനും തമ്മിൽ ആദ്യമായി ചർച്ച നടത്തി. 1993 ശേഷം ആദ്യമായാണ് ലെബനോനും ഇസ്രായേലും തമ്മിൽ ചർച്ച നടത്തുന്നത്. ലെബനോനിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാനുള്ള ചർച്ചയാണിത്. ഈ ചർച്ചയും അമേരിക്കൻ ഇറാൻ ചർച്ചയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ചർച്ച നടത്തുന്ന ഹിസ്ബുള്ളയോടല്ല, ലെബനോൻ എന്ന രാജ്യത്തോടാണെന്നും ഇസ്രായേൽ പറയുന്നു. ഈ ചർച്ചയും യുദ്ധം അവസാനിക്കും എന്നതിൻ്റെ ശുഭസൂചനയുടെ ഭാഗമാണ്.